ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക കൊടുത്ത് വിട്ട തോക്ക് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം എന്നും പറഞ്ഞ് ജയൻ റൂമിനകത്തോട്ട് വന്ന് അലമാരിയിൽ നിന്നും ആ തോക്കെടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒറിജിനൽ തന്നെയാ. ഇത് വെച്ച് ആർക്കെങ്കിലും ഒരു താങ്ങിയാൽ ആള് കാഞ്ഞത് തന്നെ. ഈ അംബിക മേഡം സാധാരണ ആളല്ല, ഒരു പുലി തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. ആരായിരിക്കും എന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് കേട്ടിട്ട് ജയൻ പെട്ടെന്ന് തോക്ക് അലമാരിൽ വെച്ചിട്ട് ആ ഡോറ് തുറന്ന് നോക്കുമ്പോൾ പ്രിയയാണ്. പ്രിയ അവിടെ എല്ലാം ഇങ്ങനെ സംശയത്തോടെ നോക്കുക. ജയൻ ചോദിക്കുന്നത് എന്താ വന്ന് നോക്കുന്നത്? എന്താ ഉണ്ടല്ലോ ജയേട്ടാ, എന്തോ ഉണ്ടെന്ന്, ഇവിടെ എന്തോ ഒളിച്ചു വെക്കുന്നുണ്ടല്ലോ. ജയേട്ടാ ദാണ്ട വേല ഇറക്കല്ലേ. വേല ഇറക്കാനോ? എന്തുവാ പ്രിയ നീ പറയുന്നത്? ജയേട്ടാ ഞാൻ വീണ്ടും പറയാ, ഉടായിപ്പ് എൻ്റെ അടുത്ത് വേണ്ട. എന്താ പ്രിയ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ജയേട്ടാ സത്യം പറഞ്ഞോ, കള്ളുകുപ്പി കൊണ്ടുവന്ന് എവിടെയാ താഴ്ത്തി വെച്ചത്? അയ്യോ എൻ്റെ പ്രിയേ, കള്ളുകുപ്പിയോ? ഈ കള്ളെന്ന് പറയുമ്പോഴേ എനിക്ക് ഗർഭിണികളുടെ കൂട്ടാ ഛർദ്ദിക്കാൻ വരും. ദാണ്ട ജയേട്ടാ, കള്ളം മാത്രം എന്നോട് പറയരുത്, അതെനിക്ക് സഹിക്കില്ല. ജയൻ ഒരുമാതിരി പൊട്ടിക്കരയുന്ന പോലെ അഭിനയിച്ചുകൊണ്ട് പ്രിയയോട് പറയുന്നു, ഞാൻ സത്യമാ പ്രിയ പറയുന്നത്, കള്ളമല്ല. സംശയരോഗിയായ ഒരു ഭാര്യയോടൊപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ലത് സൂയിസൈഡ് ചെയ്യുന്നതാ. ജയൻ അങ്ങനെ പറഞ്ഞവൾ പ്രിയയ്ക്ക് ആകെ സങ്കടമാണ്. ദൈവമേ, ചോദിച്ചത് അബദ്ധമായി പോയോ? ജയൻ പ്രിയയോട് പറയാ, എൻ്റെ സത്യസന്ധതയിൽ നീ ഇങ്ങനെ കരിയോയിൽ പുരട്ടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല പ്രിയേ. ജയൻ്റെ ആ ഡാം ഡൂവിൽ പ്രിയ അങ്ങ് വീണുപോയി. പ്രിയ പറയാം, പോട്ടെ ജയേട്ടാ, ജയേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തരികട കാണിക്കുന്നതുകൊണ്ടല്ലേ ഞാനിങ്ങനെ സംശയിക്കുന്നത്. ഞാൻ എൻ്റെ ജയേട്ടന് ഒരു ഗ്ലാസ് പാലെടുക്കട്ടെ? അപ്പോൾ ജയൻ പറയാം, 2 ഏത്തപ്പഴം കൂടെ എടുത്തോ പ്രിയേ. അങ്ങനെ ജയൻ പറയുന്നതൊക്കെ വിശ്വസിച്ച് പ്രിയ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം ജഗന്നാഥൻ ഇങ്ങനെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കാൻ പറ്റുന്നില്ല, നല്ല വേദനയുണ്ട് കാലിന്. അങ്ങനെ ചുവരോട് ചേർന്നിങ്ങനെ നിൽക്കുവാണ് ജഗന്നാഥൻ. ജഗന്നാഥൻ അങ്ങനെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് പത്മാവതിയും ജോലിക്കാരോട് അങ്ങോട്ട് ഓടി വരുവാണ്. എന്താ ജഗന്നാഥേട്ട ഈ കാണിക്കുന്നത്? കാലിലെ മുറി ഉണങ്ങിയിട്ടില്ല. ജഗന്നാഥേട്ടൻ കട്ടിൽ പോയി കിടക്ക് എന്നിങ്ങനെ പത്മാവതി പറയുമ്പോൾ ജഗന്നാഥൻ പറയുക, ഇല്ല പത്മാവതി, ഞാൻ പോവുകയാണെന്നോ? എങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത്? ഈ വയ്യാത്ത കാലം വെച്ച് ജഗന്നാഥേട്ടൻ എങ്ങനെയാ പോകുന്നത്? ഇല്ല പത്മാവതി, എങ്ങനെയും എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ ഞാൻ വിടില്ല ജഗന്നാഥേട്ടാ. ഈ കാലൊന്ന് സുഖമാകട്ടെ എന്നിട്ട് പോയാൽ മതി. അത് പറ്റില്ല പത്മാവതി, പോയേ പറ്റൂ. ജഗന്നാഥേട്ടാ ഇങ്ങനെ വാശി പിടിക്കല്ലേ, ഒരു 2 ദിവസം കൂടി ക്ഷമിക്ക്, അപ്പോഴേക്കും ഈ കാലിലെ മുറിവുണങ്ങും. അപ്പോൾ ജഗന്നാഥൻ പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി മാറും. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ചേട്ടൻ റെസ്റ്റ് എടുക്ക്, ഞാൻ വേണമെങ്കിൽ വേണുവേട്ടനെയും കൂടെ ഒന്ന് വിളിക്കാം. അപ്പോൾ ജഗന്നാഥേട്ടൻ്റെ ടെൻഷനൊക്കെ മാറും. ജഗന്നാഥൻ അപ്പോൾ ചോദിക്കുക, അതിന് വേണുവേട്ടൻ വരുമോ? വേണുവേട്ടൻ ഉറപ്പായിട്ടും വരും. ഇപ്പം ജഗന്നാഥേട്ടന് വേണ്ടതേ റെസ്റ്റാണ്. ഒന്നും ആലോചിക്കാതെ അവിടെ കിടന്ന് വിശ്രമിക്കും. ഇവിടെ ആരും ജഗന്നാഥേട്ടനെ ഉപദ്രവിക്കാനായിട്ട് വരുത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് പത്മാവതി ജഗന്നാഥൻ്റെ കയ്യിൽ പിടിച്ച് ആ ബെഡിലോട്ട് അങ്ങോട്ട് ഇരുത്തുന്നുണ്ട്. ഇവിടെ കിടന്ന് കുറച്ച് വിശ്രമിക്കും എന്ന് പറഞ്ഞിട്ട് പത്മാവതി അവിടെ നിന്ന് പോകുന്നുണ്ട്. ദീപക്കും അംബികയും കൂടെ സംസാരിക്കുവാണ്. ദീപക്ക് പറയുക, അമ്മേ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, എത്ര നാളാ ഇങ്ങനെ. അപ്പോൾ ജയൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, ഗുഡ് മോർണിംഗ് മാഡം. അങ്ങനെ ദീപക്കിന് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ജയൻ. അംബിക ജയനോട് ചോദിക്കുക, എന്തൊക്കെയുണ്ട് ജയ വിശേഷങ്ങൾ? ഋതികയുടെ പുതിയ വാർത്തകളൊന്നും ഇല്ലേ? അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നപ്പോഴേ പറയത്തില്ലായിരുന്നോ മാഡം? അല്ല ജയ, ഞാൻ ഇന്നലെ തന്ന ബാഗിനകത്ത് എന്തൊക്കെയാണെന്ന് ജയൻ നോക്കിയായിരുന്നോ? അതെന്താ മാഡം അങ്ങനെ ചോദിച്ചത്? മാഡത്തിൻ്റെ ഇമ്പോർട്ടൻ്റായ ഫയലുകളൊക്കെ ഞാൻ എന്തിനാ നോക്കുന്നത്? അങ്ങനെ നോക്കുന്നതൊക്കെ ശരിയാണോ മാഡം എന്നിങ്ങനെ ജയൻ ചോദിക്കുമ്പോൾ അംബിക പറയാം, വിശ്വസ്തന്മാരാരും അങ്ങനെ ചെയ്യില്ല. ജയൻ നല്ല വിശ്വസ്തനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ ജയന് ഞാൻ എൻ്റെ PAയുടെ പോസ്റ്റ് തന്നെ തന്നത്. ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ തന്നെ എനിക്ക് അറിയാൻ പറ്റും അയാൾ ഏത് തരക്കാരനാണെന്ന്. ഉടനെ തട്ടിപ്പിൻ്റെ ഉസ്താദായ ജയൻ പറയാം, അതേ മാഡം, എനിക്ക് സത്യസന്ധതയെന്ന് വെച്ചാൽ എനിക്കെൻ്റെ പ്രാണനാണ്. ആത്മാർത്ഥതയിലിട്ട് വാളംപുളി പിഴിയുന്നത് എന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. അംബികയ്ക്കും അറിയാം ജയൻ ലോക ഫ്രോഡാണെന്ന്. അപ്പോൾ അംബിക ജയനെ വിശ്വസിച്ച മാതിരി അങ്ങ് നടിക്കുവാണ്. ജയൻ ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് അംബികയും ദീപക്കും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ജയൻ ഇങ്ങനെ മനസ്സിൽ പറയുക, ഇവർക്ക് എന്നെ ശരിക്കും അറിയില്ല, ഇവരെ ഹിപ്പോപ്പൊട്ടാമസിനാ കുട്ടിക്കുപ്പായം തയ്പ്പിക്കുന്നത്. എന്നോടാ കളി. ആ ബാഗിൽ വെച്ചിരിക്കുന്ന തോക്കേ എനിക്ക് നല്ലതുപോലെ അറിയാം എനിക്കിട്ടൊരാപ്പാണെന്ന്. അതുകൊണ്ട് ഇന്ന് തന്നെ ആ തോക്ക് അവിടുന്ന് മാറ്റണം. തള്ളയും കൊള്ളാം മോനും കൊള്ളാം, ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. അംബിക ദീപക്കിനോട് പറയാം, എടാ ഞാൻ ഈ തോക്ക് അവൻ്റെ കയ്യിൽ കൊടുത്തതേ, അവൻ അത് കൊണ്ടുപോയി രാജുവിൻ്റെ വീട്ടിൽ പോയി വെക്കും. റോഡിൽ തെറിച്ച അജ്ഞാത ബുള്ളറ്റ് മന്ത്രിയുടെ PAയുടേതാണെന്നുള്ള വാർത്ത വരട്ടെ. അങ്ങനെ രാജുവിനെ ഹൃദയം കൊടുക്കാനുള്ള തന്ത്രത്തിലാണ് അംബികയും ദീപക്കും ജയനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഈ സമയം പ്രതാപൻ ഇങ്ങനെ ഫയലുകളൊക്കെ പരിശോധിക്കുവാണ്. രാജു തൊട്ടടുത്ത് തന്നെ ഉണ്ട്.
ജയനാണെങ്കിൽ രാജുവിൻ്റെ വീട്ടോട്ട് വന്നിട്ട് ചുറ്റും എല്ലായിടവും നോക്കുവാണ്, ആരെയും കാണുന്നില്ല. ആ തോക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എടുത്ത് മാറ്റണം. അത് എവിടേക്കാ ഒന്ന് മാറ്റുന്നത്? ഓ, ആ പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടാം. അങ്ങനെ ജയൻ അലമാരി തുറന്ന് ആ ബാഗ് എടുത്ത് നോക്കുമ്പോൾ ആ ബാഗിൽ തോക്ക് കാണുന്നില്ല. ജയൻ ആകെ പേടിക്കുവാണ്. ദൈവമേ, ഇതിനകത്തിരുന്ന തോക്ക് ഇതെവിടെ പോയി? ഈ തോക്ക് ആരാ എടുത്തുകൊണ്ട് പോയത് എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തോക്കും ചൂണ്ടി നിൽക്കുവാണ് നമ്മുടെ ഋതിക അങ്ങനെ തോക്കും ചൂണ്ടി നിൽക്കുന്ന കണ്ട് ജയനാകെ പേടിച്ച് കയ്യിലിരുന്ന ബാഗ് അങ്ങോട്ട് താഴെയിട്ടിട്ട് കൈ രണ്ടും മുകളിലോട്ട് ഉയർത്തി ഇങ്ങനെ നിൽക്കുവാണ്. ജയൻ അങ്ങനെ പേടിച്ച് വിറച്ചിട്ട് ഋതിക മോളെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ഷടപ്പ്, മോളോ? ആരുടെ മോള്? ഒട്ടിക്കും ഞാൻ തലക്കിട്ട്. അപ്പോൾ ജയൻ പറയാം, മോളെ ചതിക്കല്ലേ, അമ്മായിയോടൊപ്പം ജോലിക്ക് കൂടിയത് എന്നെ ചതിക്കാനാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. മര്യാദയ്ക്ക് സത്യം തുറന്നു പറഞ്ഞോ. അംബിക അമ്മാവി നിങ്ങളെ എന്ത് ജോലി ചെയ്യാനാണ് ഏൽപ്പിച്ചത്? സത്യം ഇപ്പം തുറന്നു പറഞ്ഞോ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ എന്നും പറഞ്ഞ് ഋതിക ഇങ്ങനെ തോക്ക് ചൂണ്ടുവാണ്. അയ്യോ എന്നും പറഞ്ഞ് ജയൻ പേടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് എളുപ്പം പറഞ്ഞു, അല്ലെങ്കിൽ ഈ കഥ ഞാനിപ്പോൾ തീർക്കും എന്ന് പറയുമ്പോൾ ജയൻ പേടിച്ചിട്ട് പറയാം, അയ്യോ ഞാൻ പറയാം, ഞാൻ അംബിക മാഡത്തിൻ്റെ PA അല്ലേ എന്ന് പറഞ്ഞിട്ട് അംബിക പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജയൻ അങ്ങനെ ഋതികയോട് പറയുവാണ്. ഋതിക അവിടെ എന്ത് ചെയ്താലും അപ്പോഴപ്പോൾ എന്നെ ആ വിവരങ്ങളൊക്കെ അറിയിക്കണം എന്നൊക്കെ അംബിക പറഞ്ഞതെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഞാനൊരു സ്പൈ ആയിട്ട് വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മാഡം, ഞാൻ ഒരിക്കലും എൻ്റെ അളിയനെയും എൻ്റെ ഈ കൊച്ചു നാത്തൂനെയും ചതിക്കില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ഗണ്ണ് കൊണ്ടുപോയി പറമ്പിൽ കുഴിച്ചിടാനാണ് നോക്കിയത്. അപ്പോൾ സ്പൈ വർക്കാരന് ചെയ്യാനിരുന്ന അല്ലേ? സ്പൈ ആയിക്കോ, പക്ഷേ സ്പൈ ആയി വർക്ക് ചെയ്യേണ്ടത് എനിക്കാണ്, അല്ലാതെ അംബിക അമ്മായിക്കല്ല. അത് കേട്ട് ജയൻ പെട്ടെന്ന് അയ്യോ മോളെ എന്ന് പറയുമ്പോൾ ഋതിക പറയുക, മോളല്ല മേഡം, എൻ്റെ സ്പൈ ആയിട്ട് എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നെ മേഡം എന്നാണ് വിളിക്കേണ്ടത്. അംബിക അമ്മായിയുടെ ഓരോ നീക്കങ്ങളും എന്നെ അറിയിക്കണം. ഈ നിമിഷം മുതൽ ഇനി നിങ്ങൾ എൻ്റെ എംപ്ലോയിയാണ്. ഞാനാണ് നിങ്ങൾക്ക് സാലറി തരുന്നത്. ഇനി വാക്ക് തെറ്റിച്ചാലോ ചതിച്ചാലോ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ എന്നിങ്ങനെ ഋതിക ദേഷിച്ച് പറയുവാണ്. അറിയാം മേഡം എന്ന് പറയുന്നുണ്ട് ജയനും. തോക്കു ചൂണ്ടി നിൽക്കുന്ന ഋതിയെ കണ്ട് ജയൻ പെട്ടെന്ന് സല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴെല്ലാം പറഞ്ഞതുപോലെ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഋതിക ആ തോക്കുമായിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ജയൻ ആകെ കൺഫ്യൂഷനാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിക്കുക. അംബിക വർമ്മയുടെ കൂടെ നിൽക്കണോ അതോ അളിയൻ്റെ ഭാര്യയുടെ കൂടെ നിൽക്കണോ? ഋതികയോടൊപ്പം നിന്നാൽ ചതിക്കത്തില്ല, പക്ഷേ അംബിക മാഡത്തിൻ്റെ കൂടെ നിന്നാൽ മാസം 60,000 രൂപ ശമ്പളം കിട്ടും. എന്താ ഇപ്പം ചെയ്യേണ്ടത്? ഒരു പിടിയും കിട്ടുന്നല്ലോ. സുശീലിനോടൊന്ന് ചോദിച്ചു കളയാം. അങ്ങനെ ജയൻ സുശീലിനെ ഫോൺ ചെയ്ത് വിളിക്കുവാണ്. സുശീലിനാണെങ്കിൽ ബൈക്ക് ഓടിച്ച് വരുവാൻ. അപ്പോഴാണ് ജയൻ്റെ ഫോൺ കോൾ വരുന്നത്. അങ്ങനെ സുശീലൻ ചോദിക്കുന്നത്, പറയളിയ, പുതിയതായിട്ട് എന്തെങ്കിലും കുരിശെടുത്ത് തോളത്ത് വെച്ചോ? അപ്പോൾ ജയൻ പറയുക, അയ്യോ ഇത് കുരിശല്ലളിയ, ഞാനിപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനില്ല. നിൻ്റെ ഒരു ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എടാ നീ മാറ്റർ എന്താണെന്ന് വെച്ചാൽ പറയടാ. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ജയൻ സുശീലിനെ പറഞ്ഞ് കേൾപ്പിക്കുവാണ്. ജയൻ ആരോടോ സംസാരിക്കുന്ന കൊച്ചമ്മണി ശ്രദ്ധിക്കുന്നുണ്ട്. പതുക്കെ കൊച്ചമ്മണി അങ്ങോട്ട് വരുന്നത് കണ്ടുകൊണ്ട് ജയൻ പറയുന്നു, ഇടാ എൻ്റെ പൊന്നളിയ, എൻ്റെ സ്നേഹനിധിയായ തള്ളപ്പാര ഇങ്ങോട്ട് വരുന്നുണ്ട്. ജയൻ അങ്ങനെ പറഞ്ഞത് കേട്ടതും സുശീലൻ പറയാം, എൻ്റെ പൊന്നളിയ, നീ എളുപ്പം ഫോൺ കട്ട് ചെയ്യടാ, അല്ലെങ്കിൽ പണി നിനക്ക് പാലും വെള്ളത്തിൽ കിട്ടും. അങ്ങനെ ജയൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ കൊച്ചമ്മണി ചോദിക്കുന്നത്, എന്താടാ ഒരു കള്ളലക്ഷണം? ചുണ്ടലി പുന്നല്ല് കണ്ടതുപോലെ ഉണ്ടല്ലോ. അയ്യോ എൻ്റെ തള്ളേ, കോഴിക്കുഞ്ഞ് കിഴവിക്കുറുക്കനെ കണ്ടതുപോലെ എന്ന് പറ. എടാ പോട്ടടാ മോനെ, എന്തായാലും ഞാൻ നിന്നെ പെറ്റ തള്ളയല്ലേടാ. അയ്യോ ഇങ്ങനൊരു പ്രസവം നിങ്ങൾ നടത്തണ്ടായിരുന്നു. ജയൻ എങ്ങനെ പറഞ്ഞപ്പോൾ കൊച്ചമ്മണി പറയാ, എടാ മോനെ, ഞാൻ പ്രസവിക്കാൻ പോകുന്ന ഒരു മരവാഴയാണെന്ന് ഞാൻ ഓർത്തില്ല. നിന്നെ പ്രസവിക്കുന്നതിനേക്കാളും നല്ലത് 10 മൂട് കപ്പ നട്ടാൽ മതിയായിരുന്നു. ജയൻ ദേഷ്യത്തോടെ പറയുന്നത്, വേണ്ടതല്ലേ, ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും. പോട്ടടാ, നീ നിന്റെ തള്ളയായി എന്നെ പറ്റിക്കാൻ നോക്കി. അതങ്ങനെ ശരിയല്ലല്ലോ, അങ്ങനെ വിടാൻ പാടില്ലല്ലോ എന്ന് കരുതി ഞാൻ നിന്നെ പറ്റിച്ച്. പക്ഷെ എന്ത് ചെയ്യാനാടാ മോനെ, നമുക്ക് 2 പേർക്കും കൂടെ ഒരു 16ന്റെ പണിയും കിട്ടി. ആ കൃതിക ആയതുകൊണ്ട് നമ്മളെ വെറുതെ വിട്ട് 16 കൊല്ലം ജയിലിൽ കിടന്ന് ഉണ്ട തിന്നണ്ട കേസാ. അയ്യോ എൻ്റെ അമ്മേ, ജയിലിലെ ഉണ്ടയും ഉണ്ടംപൊരിയൊന്നും അല്ല, അവിടെ VIP ഫുഡാ, മട്ടനും ബീഫും ഒക്കെയാ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എടാ ജയ, ഞാനിപ്പോഴൊരു പുതിയ ചിന്തയുമായിട്ടാണ് നിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത്. അതെന്താ, വല്ല ഐഡിയ ആണോ എന്നിങ്ങനെ ജയൻ ചോദിക്കുമ്പോൾ അദ്ദേഹം കൊച്ചമ്മണി തലയാട്ടുവാണ്. അപ്പോൾ ജയൻ പറയാം, എൻ്റെ പൊന്നമ്മേ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ, എന്നെ കൊണ്ടുപോയി ആപ്പിലാക്കല്ലേ. അപ്പോൾ കൊച്ചമ്മണി പറയുക, എടാ നമുക്ക് മാപ്പ് പറഞ്ഞ് സാഷ്ടാംഗം വീണ് ആ ഋതികയോടൊപ്പം ഓടാനുകോടിയുടെ കോടീശ്വരി അല്ലയോ അത്. എല്ലാം മറന്ന് അവൾ നമ്മളെ അങ്ങ് സഹായിച്ചാലോ? ഒരു 2 ബംഗ്ലാവും 4-5 കോടി രൂപയും തന്നാൽ നമ്മൾ ഒരു ശല്യത്തിന് നിൽക്കാൻ നമുക്കങ്ങ് പോകാം.
അത് കേട്ടിട്ട് ജയൻ പറയും എളുപ്പച്ചെല്ല്, ഒരു 10 ബംഗ്ലാവ് 4-5 കോടി രൂപയും കിട്ടും. ആ ഹോട്ടലിൽ വെച്ച് ആ കൊച്ചിൻ്റെ അക്കൗണ്ട് ഫ്രീസായപ്പോൾ എന്തൊക്കെ ചീത്തയാണ് നിങ്ങൾ ആ കൊച്ചിനെ വിളിച്ച് പറഞ്ഞത്. എടാ മോനെ ജയ, ആ കൊച്ച് വളരെ നല്ലതാടാ, ഒരു തട്ടിപ്പ് നടത്തിയിട്ടേ നമുക്ക് ഇവിടുന്ന് അങ്ങ് മുങ്ങാവടാ. അപ്പോൾ വേണുവേട്ടൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, അല്ല ഏത് കുളത്തിലാണ് മുങ്ങുന്നത്? അത് കേട്ട് ജയനും കൊച്ചമ്മണി അങ്ങ് ടെൻഷനായി. അല്ല നിങ്ങൾ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. കുളത്തിലാണോ കായലിലാണോ ഇനി കടലിലാണോ നിങ്ങൾ മുങ്ങാൻ പോകുന്നത്? അയ്യോ ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ വെറുതെ ഓരോ പ്ലാനും പദ്ധതിയൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ വേണുവേട്ടൻ പറയാ, ആ രമ്യയുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് കരുതി അവളെ രാജുവിൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ ഒരു ശ്രമം നടത്തി. അപ്പോഴത് ഫലം കണ്ടില്ല. അപ്പോൾ ഉടനെ അടുത്ത കണ്ടം പറഞ്ഞ് ഋതിക മോളോടൊപ്പം ചേർന്നു. ആ കൊച്ചിൻ്റെ അക്കൗണ്ട് ഫ്രീസായെന്നറിഞ്ഞപ്പോൾ ആ കൊച്ചിനെ കണ്ടമാനം ഉപദ്രവിക്കാനും തുടങ്ങി. മുറ്റമടിപ്പിക്കുകയും പാത്രം കഴിയിക്കുകയും തുണി കഴിയിക്കുകയും അങ്ങനെ ചീത്ത പറയും എന്തൊക്കെയായിരുന്നു. ആ കുട്ടി തനി തങ്കമാണെന്ന് ഇപ്പോൾ വൈകിയാണ് രണ്ടുപേരും അറിഞ്ഞിരിക്കുന്നത് അല്ലേ? എന്നിട്ട് നാണം കെട്ട് ലോഹ്യം കൂടാൻ ചെല്ലുന്നു. നിങ്ങളിവിടെ കയറി വന്ന നാൾ മുതൽ ഞാനൊരു ഇൻ്റർനാഷണൽ തറയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഇതിലും ഭേദം പോയി ചത്തുകൂടെ? അങ്ങനെ വേണുവേട്ടൻ കൊച്ചമ്മണിയോട് പറഞ്ഞിട്ട് ദേഷ്യത്തോട് അകത്തോട്ട് കയറി അങ്ങ് പോവാണ്. അപ്പോൾ കൊച്ചമ്മണി ജയനോട് പറയാം, കണ്ടോടാ നിൻ്റെ അമ്മായിച്ചൻ നിന്നോട് പോയി ചാകാൻ പറഞ്ഞു. അയ്യോ എൻ്റെ അമ്മ എന്നോട് ചാകാനല്ല പറഞ്ഞത്, പോയി നിങ്ങളോട് ചാകാനാ പറഞ്ഞത്. രാത്രിയിൽ രാജുവും ഋതികയും കൂടി ഇന്ന് ലാപ്ടോപ്പിൽ ഓരോ ജോലികളൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ഋതിക രാജുവിനെ നോക്കി പറയാ ഭയങ്കരൻ. അപ്പോൾ രാജു പറയാം, ഞാൻ എന്ത് ഭയങ്കരത്വമാണ് കാണിച്ചത്? അച്ഛൻ്റെ കണക്കുകളും ഫയലുകളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന രാജു ഒരു ജീനിയസ് തന്നെയാണ്. ഋതിക അങ്ങനെ പറഞ്ഞത് കേട്ട് ചിരിച്ചോണ്ട് രാജു പറയുന്നു, തള്ളല്ലേ? അയ്യോ രാജു തള്ളിയതല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. രാജു എന്ത് കാര്യം ചെയ്താലും രാജു അതിൽ ഒന്നാമന്. രാജു ചിരിച്ചോണ്ട് ഋതിയോട് പറയുന്നു, എന്നെ ഇങ്ങനെ ഏതു നേരവും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് മേഡത്തിന് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. അതിനെന്താ രാജു, എൻ്റെ ഭർത്താവല്ലേ, ഞാനെന്ന് പുകഴ്ത്തിയതുകൊണ്ട് എന്താ കുഴപ്പം? അപ്പോൾ രാജു പറയാ, ഈ പുകഴ്ത്തലൊക്കെ കേൾക്കുമ്പോഴേ എൻ്റെ ശരീരത്തിലെ തേരട്ടെ ഇഴഞ്ഞു പോകുന്ന ഒരു ഫീലാണ്. അത് കേട്ട് ഋതിക രാജുവിനെ നോക്കി ഇങ്ങനെ ചിരിക്കുവാണ്. രാജു, വളരെ സീരിയസ് ആയ ഒരു ബിസിനസ് കാര്യം ഞാൻ രാജുവിനോട് ചോദിച്ചോട്ടെ? അതിനെന്താ ചോദിക്കും മാഡം, അതിനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അത് രാജു, നമ്മുടെ കമ്പനിയിൽ പുതിയതായി ലോഞ്ച് ചെയ്ത ഒരു പുതിയ പ്രോഡക്റ്റ് സെയിലിൽ അത് പിന്നിലായിപ്പോയി, പക്ഷേ അത് വിറ്റഴിച്ചേ പറ്റൂ. അതിന് എന്ത് ചെയ്യണം രാജു? അപ്പോൾ രാജു ചോദിക്കുക, ഏത് പ്രോഡക്റ്റാണ് മാഡം? രാജു ഇത് നോക്ക് എന്നും പറഞ്ഞ് ലാപ്ടോപ്പിൽ ആ പ്രോഡക്റ്റ് കാണിക്കുകയാണ് ഋതിക. ഓ ഷാമ്പു ആണല്ലേ എന്നിങ്ങനെ ഋതികയോട് ചോദിക്കുന്നുണ്ട് രാജു. ഇതെന്താ മാർക്കറ്റിൽ വീണു പോയോ? അത് രാജു വീണു പോയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സെയിൽ കുറവാണ്. അപ്പോൾ രാജു പറയാ, മാഡം ആളുകൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് തുടങ്ങണമെങ്കിൽ അതിനു മുമ്പ് ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റും ഈ ന്യൂ പ്രോഡക്റ്റും ഒരു കോംബോ ആയിട്ട് മാർക്കറ്റിൽ ഇറക്കി നോക്ക്, അതിൽ 90% വിജയം ഉറപ്പായിരിക്കും. രാജു അങ്ങനെ പറഞ്ഞത് കേട്ട് ഋതിക പറയാ, രാജു ഒരു ബുദ്ധിരാക്ഷസൻ തന്നെ. ഏയ് ഞാൻ രാക്ഷസനൊന്നും അല്ല, കുറച്ച് ബുദ്ധിയുള്ള ഒരു മനുഷ്യനാ മാഡം. ഋതിക ഇങ്ങനെ രാജുവിനെ തന്നെ നോക്കിയിട്ട് പറയുക, രാജു ഈ മേഡം വിളി എന്നൊന്ന് അവസാനിപ്പിക്കും? അപ്പോൾ രാജുവും ഋതിയെ നോക്കിയിട്ട് പറയുക, അവസാനിപ്പിക്കും. അപ്പോൾ ഋതിക പറയുക, എങ്കിൽ ആ വിളി അവസാനിക്കുന്നവരെ ഞാൻ രാജുവിനെ സാറെന്ന് വിളിക്കും, അച്ഛനെ പണ്ട് വിളിച്ചതുപോലെ. രാജു എന്തോന്ന് ആലോചിച്ചിട്ട് പറയുന്നു, മേഡം എൻ്റെ മനസ്സിൽ വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്, അവിടേക്ക് എത്തുന്നത് വരെ നമുക്ക് മേഡവും രാജുവായിട്ട് തന്നെ തുടരാം. അതെന്താണെന്ന് എന്നോട് പറ രാജു എന്നിങ്ങനെ ഋതിയെ പറയുമ്പോൾ രാജു പറയാം, മേഡത്തിൻ്റെ അമ്മയെ കണ്ടെത്തണം. പത്മാവതി വർമ്മ എന്ന ആൾ എന്തിന് മീര എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി ജീവിക്കുന്നതെന്ന്. ഈ സമയം മക്കളെയെന്ന് വിളിച്ച് രാധമ്മ പാലുമായിട്ട് അങ്ങോട്ട് വരുവാണ്. അയ്യോ എന്താ രാധമ്മ ഈ കാണിച്ചത്, ഞാൻ വന്ന് പാലെടുക്കില്ലായിരുന്നോ? രാധമ്മ ചിരിച്ചോണ്ട് പറയാം, ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷമല്ലേ മോളെ, വലിയൊരു ചർച്ചയാണെന്ന് തോന്നുന്നല്ലോ രണ്ടുപേരും കൂടെ. ആരെക്കുറിച്ചായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഋതിക, അത് രാധമ്മ എന്ന് പറയുമ്പോഴത്തേക്കും രാജു ഋതിക ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ രാധമ്മയും കാണുന്നുണ്ട്. രാജു എന്നിട്ട് രാധമ്മയോട് ചോദിക്കുക, അമ്മേ അച്ഛൻ ഉറങ്ങിയോ? എടാ അച്ഛൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, നീ കണ്ണുകൊണ്ട് കഥകളി കാണിച്ചേ മോളെ വിഷമിപ്പിക്കുകയൊന്നും വേണ്ട. പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അത് പറയണ്ട. അപ്പോൾ ചിരിച്ചോണ്ട് രാജു പറയും, ഓ എൻ്റെ അമ്മയുടെ അടുത്ത് ഒരു തരികടയും നടക്കത്തില്ല, എൻ്റെ അടുത്ത് തരികട എടുക്കാൻ നീങ്ങി വാ, നല്ല അടി വെച്ചേരും എന്ന് പറഞ്ഞ് രാധമ്മ അങ്ങ് പോവുകയാണ്. എന്താ രാജു രാധമ്മ ആ കാര്യം അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, തൽക്കാലം ആരും ഇത് അറിയണ്ട. അങ്ങനെ രാജു മനസ്സിൽ പറയുക, ഞാൻ ഋതിക മേഡത്തെ കല്യാണം കഴിച്ചത് മേഡത്തിൻ്റെ അച്ഛൻ്റെ താല്പര്യം മാത്രമല്ല, അമ്മയുടെ നിർബന്ധം കൂടിയുണ്ട്. ആ സത്യം എല്ലാവരും അറിയണം എന്നിങ്ങനെ രാജു മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവും ഋതികയും പത്മാവതി തിരക്കുള്ള ഓട്ടത്തിലാണ്.
അംബികയാണെങ്കിൽ ജയനെ വെച്ചിട്ട് ഋതികയും രാജുവിനെയും തകർക്കാൻ നോക്കുന്നു. പത്മാവതിയും ജഗന്നാഥനും ചേർന്ന് പ്രതാപനെ കണ്ട് അംബിക നടത്തിയ ക്രൂരതകൾ പറയാനിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.